ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമായുള്ള മോഡൽ ടെസ്റ്റ് പേപ്പറിൻ്റെ 3-ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. സേബായും സൽമുന്നായും 15,000 ഭടന്മാരോടുകൂടി താവളമടിച്ചിരുന്നത് എവിടെ? എ. കാർക്കോറിൽ, ബി. ജോർദാൻ കടവിൽ, സി. കിഷോൻ നദിക്ക് സമീപം, ഡി. ഹാരോദിൽ. ഉത്തരം എ. കാർക്കോറിൽ. ചോദ്യം 2. ഗിദെയോന് ഷെക്കെമിലെ ഉപനാരിയിൽ ജനിച്ച പുത്രൻ്റെ പേരെന്ത്? എ. യോഥാം, ബി. അബിമെലക്ക്, സി. സെബൂൾ, ഡി. ഗിലയാദ്. ഉത്തരം ബി. അബിമെലക്ക്. ചോദ്യം 3. യോവാഷിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചത് ആരെ? എ. അബിമെലക്കിനെ, ബി. ജോഷുവയെ, സി. ഗിദെയോനെ, ഡി. സിസെറയെ. ഉത്തരം സി. ഗിദെയോനെ. ചോദ്യം 4. ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ നയിച്ചത് ആര്? എ. ജായിർ, ബി. ബാറക്ക്, സി. അബിമെലക്ക്, ഡി. തോല. ഉത്തരം ഡി. തോല. ചോദ്യം 5. യൂദാ ഗോത്രക്കാർ ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയതിൽ പെടാത്തത് ആര്? എ. അർബ, ബി. ഷേഷായി, സി. അഹിമാൻ, ഡി. തൽമായി. ഉത്തരം എ. അർബ. ചോദ്യം 6. ജോസഫിൻ്റെ ഗോത്രം ആർക്കെതിരെയാണ് പുറപ്പെട്ടത്? എ. സീദോന്, ബി. ബഥേലിന്, സി. ബെസെക്കിന്, ഡി. താനാക്കിന്. ഉത്തരം ബി. ബഥേലിന്. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് ഇസ്രായേൽ ജനം ബലിയർപ്പിച്ചത് എവിടെ? എ. ഗിൽഗാലിൽ, ബി. ഷീലോയിൽ, സി. ബോഖിമിൽ, ഡി. ജോർദാനിൽ. ഉത്തരം സി. ബോഖിമിൽ. ചോദ്യം 8. 600 ഫിലിസ്ത്യരെ ചാട്ടകൊണ്ട് കൊന്നതാര്? എ. ജായിർ, ബി. അബിമെലക്ക്, സി. ഷംഗാർ, ഡി. ഏഹൂദ്. ഉത്തരം സി. ഷംഗാർ. ചോദ്യം 9. ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം കളത്തിൽ വിരിച്ചത് ആര്? എ. ഒത്നിയേൽ, ബി. ഷംഗാർ, സി. അബിമെലക്ക്, ഡി. ഗിദെയോൻ. ഉത്തരം ഡി. ഗിദെയോൻ. ചോദ്യം 10. പുതുദേവന്മാരെ പുണർന്നപ്പോൾ കവാടത്തിലെത്തിയത് എന്ത്? എ. മരണം, ബി. യുദ്ധം, സി. മഹാമാരി, ഡി. ഞെരുക്കം. ഉത്തരം ബി. യുദ്ധം. ചോദ്യം 11. ആരാണ് നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാകുന്നത്? എ. ദർശനങ്ങളിൽ ആശ്രയിക്കുന്നവൻ, ബി. മിഥ്യയിൽ ആശ്രയിക്കുന്നവൻ, സി. സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവൻ, ഡി. പ്രതീക്ഷകളിൽ ആശ്രയിക്കുന്നവൻ. ഉത്തരം സി. സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നവൻ. ചോദ്യം 12. എന്താണ് പാപപരിഹാര ബലിയായി കണക്കാക്കപ്പെടുക? എ. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്, ബി. കരുണ കാണിക്കുന്നത്, സി. നന്മ പ്രവർത്തിക്കുന്നത്, ഡി. അനീതി വർജിക്കുന്നത്. ഉത്തരം ഡി. അനീതി വർജിക്കുന്നത്. ചോദ്യം 13. സന്തോഷത്തോടെ കൊടുക്കേണ്ടതെന്ത്? എ. ദശാംശം, ബി. ദാനധർമ്മം, സി. നേർച്ചകൾ, ഡി. ബലികൾ. ഉത്തരം എ. ദശാംശം. ചോദ്യം 14. കർത്താവെ, അങ്ങയുടെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്താണ് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കേണ്ടത്? എ. മോശയുടെ, ബി. അഹറോൻ്റെ, സി. ജോഷുവയുടെ, ഡി. ദാവീദിൻ്റെ. ഉത്തരം ബി. അഹറോൻ്റെ. ചോദ്യം 15. ആരോടാണ് ലക്ഷ്യം വെളിപ്പെടുത്തരുതാത്തത്? എ. പ്രതിയോഗിയോട്, ബി. ഭോഷനോട്, സി. അസൂയാലുവിനോട്, ഡി. കുടിലബുദ്ധിയോട്. ഉത്തരം സി. അസൂയാലുവിനോട്. ചോദ്യം 16. മരിച്ചവനെ ഓർത്ത് എന്തുകൊണ്ട് എന്നതുപോലെയാണ് വിലപിക്കേണ്ടത്? എ. ഹൃദയവേദന,
ബി തീവ്ര ദുഃഖം, സി ഹൃദയഭാരം, ഡി കഠിനവേദന. ഉത്തരം ഡി കഠിനവേദന. ചോദ്യം 17. കർത്താവിൻ്റെ പ്രവർത്തികളെല്ലാം എപ്രകാരമുള്ളതാണെന്നാണ് പറയേണ്ടത്? എ അത്യുത്തമമെന്ന്, ബി നന്മയാകുന്നതെന്ന്, സി അനുഗ്രഹമുള്ളതെന്ന്, ഡി അത്ഭുതകരമെന്ന്. ഉത്തരം എ അത്യുത്തമമെന്ന്. ചോദ്യം 18. കഴിവിനൊത്ത് എണ്ണ പകരേണ്ടത് എന്തിൽ? എ ബലിവസ്തുക്കളിൽ, ബി കാഴ്ചവസ്തുക്കളിൽ, സി ബലിപീഠത്തിൽ, ഡി നേർത്ത മാവിൽ. ഉത്തരം ബി കാഴ്ചവസ്തുക്കളിൽ. ചോദ്യം 19. വിശ്വസ്തന്മാരായ പുത്രന്മാർ എപ്രകാരമാണ് പൂവണിയേണ്ടത്? എ അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ, ബി ലില്ലി പോലെ, സി മുന്തിരിവള്ളി പോലെ, ഡി ചെമ്പനീർ പോലെ. ഉത്തരം ബി ലില്ലി പോലെ. ചോദ്യം 20. നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നതെന്ത്? എ കർത്താവിൻ്റെ കാരുണ്യം, ബി കർത്താവിൻ്റെ സ്നേഹം, സി കർത്താവിൻ്റെ അനുഗ്രഹം, ഡി കർത്താവിൻ്റെ നീതി. ഉത്തരം സി കർത്താവിൻ്റെ അനുഗ്രഹം. ചോദ്യം 21. ഏത് മഹത്വത്തെയുംകൾ നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നതെന്ത്? എ ദൈവഭക്തി, ബി ദൈവഭയം, സി ദാനധർമ്മം, ഡി സൽപ്പേര്. ഉത്തരം എ ദൈവഭക്തി. ചോദ്യം 22. ആരുടെ സമ്പത്താണ് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത്? എ കൈക്കൂലിക്കാരൻ്റെ, ബി അഹങ്കാരിയുടെ, സി ദൈവനിഷേധകൻ്റെ, ഡി അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. ഉത്തരം ഡി അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. ചോദ്യം 23. ദഹനക്ഷയം ഉണ്ടാക്കുന്നതെന്ത്? എ അമിതാഹാരം, ബി അമിതഭോജനം, സി ഭക്ഷണത്തോടുള്ള ആർത്തി, ഡി അലസത. ഉത്തരം ബി അമിതഭോജനം. ചോദ്യം 24. ആരുടെ ഗോത്രങ്ങളെയാണ് കർത്താവ് ഒരുമിച്ച് കൂട്ടേണ്ടത്? എ ജോസഫിൻ്റെ ഗോത്രങ്ങളെ, ബി യാക്കോബിൻ്റെ ഗോത്രങ്ങളെ, സി അബ്രാഹത്തിൻ്റെ ഗോത്രങ്ങളെ, ഡി ദാവീദിൻ്റെ ഗോത്രങ്ങളെ. ഉത്തരം ബി യാക്കോബിൻ്റെ ഗോത്രങ്ങളെ. ചോദ്യം 25. ആരുടെ മേലാണ് സ്തുതി കുന്നുകൂടുക? എ ജ്ഞാനിയുടെ, ബി വൈദ്യൻ്റെ, സി വിവേകിയുടെ, ഡി വിദ്യാസമ്പന്നൻ്റെ. ഉത്തരം എ ജ്ഞാനിയുടെ. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.